പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയോടെ മുന്നോട്ടു പോകുന്നു. അതിനിടെ പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാഹോറിലെ വാൾട്ടൺ റോഡിൽ തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ ലാഹോറിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ്. फिर अल्लाह अकबर। लो जी, इंडिया ने अटैक किया हमारे घर के बिल्कुल पास वाल्टन एयरपोर्ट पर। വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഈ വാൾട്ടൺ എന്നത് ഒരു ഈ വിമാനത്താവള പ്രദേശം ആണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ സൈറൺ മുഴങ്ങുന്നത് ഉൾപ്പെടെയുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപായ സൂചനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒപ്പം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഇന്റർനാഷണൽ മാധ്യമങ്ങളാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. പാക് മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലാഹോറിലാണ് 3 സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ലാഹോറിലെ വാൾട്ടൺ വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപത്താണ് ഇത്തരത്തിലുള്ള സ്ഫോടനം. ദൃശ്യങ്ങളിൽ തന്നെ ആ എയർഫീൽഡാണ് കാണുന്നത്. അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. അവിടുത്തെ ഗോപാൽ നഗർ, നസീറാബാദ് തുടങ്ങിയ അതിന് തൊട്ട് ചേർന്നുള്ള 2 സ്ഥലങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഡ്രോൺ പൊട്ടിത്തെറിച്ചാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോൺ അവിടെ നിന്ന് തന്നെ ആ ഭാഗത്തു നിന്ന് തന്നെ ആരെങ്കിലും പറത്തിയ ഡ്രോൺ ആവണം, അത്തരം സ്ഫോടക വസ്തുക്കളുമായി പറത്തിയ ഡ്രോൺ ആവണം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലാഹോറിൽ അത്തരം ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗികമായി ഏതെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന്റെ ആഭ്യന്തര അന്തരീക്ഷം അത്യന്തം കലുഷിതമാണ്. ഒരു ഭാഗത്ത് പാക് ഭരണകൂടം നിൽക്കുന്നു, മറുഭാഗത്ത് പാക് സേന അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി മറുഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് ISI നിൽക്കുന്നു. അത് സേനയുമായി യോജിച്ച് നിൽക്കുമ്പോഴും ഭരണകൂടവും സേനയുടെയും ഇടയ്ക്ക് മറ്റ് സ്റ്റാൻഡുമായി നിൽക്കുകയാണ് ISIയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. ഇതിനൊപ്പം തന്നെയാണ് 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ. ഈ 3 ഭീകര സംഘടനകളുടെയും ഏറ്റവും തലപ്പത്തുള്ള ആളുകളുടെ വീടുകൾക്ക് നേരെ, അവരുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ, അവരുടെ പരിശീലന ക്യാമ്പുകൾക്ക് നേരെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ കൃത്യമായി 9 ഇടത്ത് ആക്രമണം നടത്തിയത്. ഈ ഭീകര സംഘടനകൾ പ്രധാനമായും ആഭ്യന്തരമായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുന്നതിൽ ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആഭ്യന്തരം ഉയർത്തുന്ന ചോദ്യം, ഞങ്ങളുടെയൊക്കെ സംരക്ഷണം നൽകാൻ എന്തുകൊണ്ട് പാക് സേനയ്ക്കും ISIക്കും കഴിഞ്ഞില്ല? ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് നേരെയാണെന്ന് തിരിച്ചറിയാനോ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം ഒരുക്കാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ്. എവിടെ പോയി സേന, എവിടെ പോയി ISI എന്നുള്ള ചോദ്യങ്ങൾ പോലും ഈ ഭീകര സംഘടനകളെ അനുകൂലിക്കുന്നവർ, ഭീകരവാദികളടക്കം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ആ തരത്തിൽ പാകിസ്ഥാനുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര സംഘർഷമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ്, ഈ 3 ഭീകരവാദി സംഘടനകൾക്കും ഇപ്പോൾ തിരിച്ചടിയേറ്റെങ്കിലും ഇവർ 3 പേരും തമ്മിലുള്ള സംഘർഷവും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ രൂക്ഷമാണ്. ലഷ്കർ ഇ തോയ്ബ ആയാലും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് ആയാലും ഹിസ്ബുൾ മുജാഹിദീനായാലും ഈ 3 സംഘടനകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്ത്, ഈ സംഘടനകളും സർക്കാരുമായുള്ള തർക്കം മറ്റൊരു ഭാഗത്ത്, ഈ സംഘടനകളും സൈന്യവുമായുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു ഭാഗത്ത്, സൈന്യവും സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഒരു ഭാഗത്ത്. അങ്ങനെ അത്യന്തം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അതിനിടയിൽ ആരാണ്, ആർക്കെതിരെയാണ് ഇത്തരം ബോംബുകളൊക്കെ വർഷിച്ചത് അല്ലെങ്കിൽ ഇത്തരം സ്ഫോടനങ്ങൾ നടത്തിയത് എന്നൊക്കെ കണ്ടെത്തുക പ്രയാസമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇത്തരം രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർ അതിന് മറുമരുന്നായി കാണുന്ന ഏക വഴി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. പഹൽഗാം അറ്റാക്ക് അടക്കം, ആ ഭീകരാക്രമണം അടക്കം ആ തരത്തിൽ വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. പാകിസ്ഥാനിൽ അത്തരത്തിൽ മറ്റു ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനിലെ ഭരണാധികാരികളും സൈനിക മേധാവിയൊക്കെ വന്ന് ഇന്ത്യക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് എങ്കിലും ആഭ്യന്തരമായി ഇവർ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഭീകര സംഘടനകൾ ഒരു കാലത്ത് പാകിസ്ഥാൻ തന്നെ പാലൂട്ടി വളർത്തിയതാണെന്ന് പാക് പ്രതിരോധ മന്ത്രി തന്നെ സമ്മതിക്കേണ്ടി വന്ന അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ താല്പര്യപ്രകാരമാണെങ്കിൽ പോലും ഞങ്ങളാണ് ഇവരെ 3 പതിറ്റാണ്ട് കാലത്തോളം പാലൂട്ടി വളർത്തിയത്.
പാകിസ്ഥാന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെ ഇവരെ പാലൂട്ടി വളർത്തിയില്ലായിരുന്നെങ്കിൽ മറ്റൊന്നാകുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യയ്ക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യക്കൊപ്പം തന്നെ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും വലിയ തരത്തിൽ പ്രകൃതി വിഭവങ്ങളൊക്കെ ഉള്ള സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. ഇന്ത്യക്കൊപ്പം വളരാൻ കഴിയുന്ന ശേഷിയുള്ള രാജ്യമായിരുന്നു. അവിടെ നിന്നാണ് പാകിസ്ഥാൻ പിന്നീട് തകർന്ന് ഇന്നിപ്പോൾ ലോകത്തെ 3-ാം ലോക രാജ്യങ്ങളുടെ തന്നെ പിന്നാക്ക പട്ടികയിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയത്. സാമ്പത്തികമായും വികസനപരത്തിലും എല്ലാ തരത്തിലും പിന്നോക്കം പോയത് ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഈ ഭീകര സംഘടനകൾക്ക് പാലൂട്ടി വളർത്താനും അവരെ സഹായിക്കാനും എടുത്ത നിലപാടുകളാണ്. അടിക്കടി ഉണ്ടായ പട്ടാള അട്ടിമറികളാണ് ആലോചിക്കുന്നത്. തീർച്ചയായും കിരൺ, അതാണല്ലോ ഇത്തരം ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തുന്നു. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് ഭീകരവാദവുമായി ഒരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഈ ലാഹോറിൽ സ്ഫോടനം നടക്കുന്നു എന്നുള്ളത് ഇന്ത്യയുമായുള്ള സംഘർഷം നിലനിൽക്കുന്നതിനിടയിൽ എന്നതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ. ഈ അന്താരാഷ്ട്ര സമൂഹത്തോട് പാകിസ്ഥാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സാധാരണക്കാരായ ആളുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 26 സാധാരണക്കാരായ ആളുകൾ മരണപ്പെട്ടു എന്നതുൾപ്പെടെ പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കിരൺ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയത്. അവിടുത്തെ സൈന്യത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ട്രെയിൻ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോഴും ബലൂചിസ്ഥാൻ എന്നത് ഒരു വിഘടനവാദ പ്രദേശമായി തുടരുന്നുണ്ട്. അവർ ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ പാകിസ്ഥാനിലെ ജനവാസ മേഖലകളിൽ അടക്കം ആക്രമണങ്ങൾ നടത്താറുണ്ട്. അത് പക്ഷേ വലിയ തോതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. ഇന്ത്യയിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. അത് പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങൾ ആയതുകൊണ്ട് തന്നെ തെഹ്രീക്കെ താലിബാൻ മറ്റൊരു സെക്ടറായി അവിടെ പ്രവർത്തിക്കുന്നു. അവർ മറ്റൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന നിലപാട് അവിടെ എടുക്കുന്നു. അവരാണ് ശരിയെന്നും അങ്ങനെ ഒരു പാകിസ്ഥാനാണ് വേണ്ടത് എന്നും അവർ നിലപാടെടുക്കുന്നു. ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന പാകിസ്ഥാനിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദികൾ പലരാകാം. ഒരുപക്ഷെ ബലൂചിസ്ഥാൻ നടത്തിയ ഒരു ആക്രമണമാകാം, അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാന്റെ ആക്രമണമാകാം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെയുണ്ട്. പക്ഷേ പാക് ഭരണകൂടം ഒരുപക്ഷെ ഇത്തരം കാഷ്വാലിറ്റികളെ പോലും ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സാധ്യതകൾ പോലും നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ. അഭിലാഷ്, അത് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. അത് ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്. പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടങ്ങളിലൊക്കെയും അവർ പ്രതിസന്ധിക്ക് മറുമരുന്നായി കാണുന്നത് ഇന്ത്യ വിരോധമാണ്. ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വലിയ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി ഇന്ത്യയുമായി ഒരു സംഘർഷ സാധ്യത നിലനിർത്തുക. ആഭ്യന്തര സംഘർഷങ്ങളെയൊക്കെ മറികടക്കാൻ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന രീതി ഇതൊക്കെയാണ്. നേരത്തെ തന്നെ അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും നടക്കുന്ന ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വിഷയം ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ല. ലോകമാധ്യമങ്ങളൊന്നും അത്ര ബലൂചിസ്ഥാന്റെ ഇഷ്യൂ ഒക്കെ ട്രെയിൻ തട്ടിക്കൊണ്ടു പോവുകയും പട്ടാളക്കാരെ അടക്കം ആ തരത്തിലേക്ക് മുൾമുനയിൽ നിർത്തുകയും ഒക്കെ ചെയ്ത വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ആ തരത്തിലേക്ക് അവിടെ നിരന്തരം ഇത് നടക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെ ഒരു വലിയ പ്രശ്നമായി അല്ലെങ്കിൽ വലിയൊരു വിഷയമായി നിരന്തരം നടക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ആ തരത്തിലേക്ക് കാണുന്നില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യ സമാധാനപൂർവ്വമായി പുലരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ അങ്ങനെ നിരന്തരം സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളടക്കം നിരന്തരം എത്തുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ പോലെ അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളൊന്നും എത്താത്ത അത്തരത്തിലൊരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ രൂക്ഷമാകുന്നു ആ ഘട്ടത്തിലൊക്കെ ഈ ഇന്ത്യക്ക് നേരെ ഇനിയിപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഇത് ഇന്ത്യയാണ് ലാഹോറിൽ സ്ഫോടനം നടത്തിയത് എന്ന മട്ടിൽ പോലും ആരോപണം ഉന്നയിക്കാൻ. തീർച്ചയായും അതാണ് ഈ ലാഹോറിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലും ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം എന്നുള്ളതാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം എപ്പോഴും കലാപകലുഷിതം ആയിരുന്നു എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും സൈനിക അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാജ്യമാണ്. ഇപ്പോഴും ഭരണകൂടത്തെക്കാൾ പവർഫുള്ളായി സൈന്യം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തലവന്മാരെ അടക്കം തുറങ്കലിൽ അടച്ച സൈനിക മേധാവികൾ ഉണ്ട്. രാഷ്ട്രത്തലവന്മാർക്ക് ജീവൻ പൊലിയേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കലാപകലുഷിതമായിരുന്ന പാകിസ്ഥാനാണ് പലപ്പോഴും വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലുകൾ, വലിയ സ്ഫോടനങ്ങൾ നിരന്തരമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിനിടയിലാണ് ഈ സൂചിപ്പിക്കുന്നത് പോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന വിമത വിഭാഗം, തെഹ്രീക്കെ താലിബാൻ എന്ന വിമത വിഭാഗം, അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാനിലെ ഭരണകൂടങ്ങൾക്ക് എതിരായ വലിയ പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വിഘടിച്ചു നിൽക്കുന്ന
സാഹചര്യം, ഇതൊക്കെ പാകിസ്ഥാനിൽ നിന്ന് നിരന്തരമായി പുറത്തു വരുന്ന വാർത്തകളായിരുന്നു. അപ്പോഴും ഇതെല്ലാം പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയം, അത് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ അവർ പരിഹരിക്കേണ്ട വിഷയം എന്ന സമീപനമാണ് ഇന്ത്യ പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. ഇന്ത്യയിലെ മാധ്യമങ്ങളടക്കം വലിയ വാർത്താ പ്രാധാന്യമൊന്നും അതിന് നൽകാറില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളും പിന്നീട് ഇത്തരം നിരന്തരമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വാർത്തകളിൽ നിന്ന് പിൻവലിയാറുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് ലാഹോറിൽ സ്ഫോടന ശബ്ദമുണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് പ്രാദേശിക മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നതിൽ സ്ഥിരീകരണമില്ല. പാകിസ്ഥാൻ സർക്കാരും ഔദ്യോഗികമായി സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല. ഇന്ത്യയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ സൈന്യം അത് സ്ഥിരീകരിക്കുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിന് വേദിയായത്. ഇന്ത്യ എന്താണ് നടത്തിയത്, എങ്ങനെയായിരുന്നു ആക്രമണം നടത്തിയത് എന്നതിന്റെ നേർസാക്ഷ്യവുമായിട്ടാണ് ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനം നടത്തിയത്. ഇപ്പോഴിതാ ആ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, അതായത് പാകിസ്ഥാനിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ എങ്ങനെ തകർത്ത് തരിപ്പണമാക്കി എന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇടവേളയ്ക്ക് ശേഷം.